ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ എന്നെ വിഷമിപ്പിച്ച ഒരു കമൻറ്റിനുള്ള മറുപടിയാണ്. മറുപടി എന്ന് വെച്ചാൽ അവരുടെ ആട് മരണപ്പെട്ടു പോയി, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് കമൻ്റ് ഇട്ടത്. വേറെ ഒന്നുമല്ല, ലൂസ് മോഷനായിട്ട് ആടിന് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ വീഡിയോ കാണുന്നതും. അപ്പോൾ ആ ഒരു മരുന്ന് കൊടുക്കാനായിട്ട് അവർ ആ പാത്രത്തിൽ അത് എടുത്ത് ചെന്നപ്പോഴേക്കും അവരുടെ ആട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസമായി വയറിളക്കം തുടങ്ങിയിട്ടെന്ന് അവർ പറഞ്ഞു. അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിലും വെറുതെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നെറ്റും ഫോണും എല്ലാം ഉണ്ടാകും. യൂട്യൂബിൽ വെറുതെ ഒന്ന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാരണങ്ങളും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോസിൽ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ മാത്രമല്ല, വേറെയും ഒരുപാട് ആടുകളെ കുറിച്ച് പറയുന്ന ചാനലുകളുണ്ട്. ഇതാണ് അവർ എഴുതിയത്. എൻ്റെ ആട്ടിൻകുട്ടി കുറേ ആയിട്ട് വയറിളക്കം പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ നമ്മളെ ചായപ്പൊടി കൊടുത്താൽ മാറും എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതും പാത്രത്തിലെടുത്ത് ചെന്നപ്പോഴേക്കും അവരുടെ ജാഫർ എന്ന് പേരുള്ള ആ ആട്ടിൻകുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിസ്സാരമാണ് നമ്മുടെ അടുക്കളയിലുള്ള ചായപ്പൊടി. അത് നനയ്ക്കുകയോ കലക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചായപ്പൊടി എടുത്തിട്ട് നിങ്ങൾ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ കുറച്ചൊക്കെ അവരുടെ വായിലേക്ക് കൊടുക്കുമ്പോൾ പോകുന്നതാണ്. അപ്പോൾ വയറിളക്കം ഉള്ള വലിയ ആടുകളാണെങ്കിലും ചെറിയ ആടുകളാണെങ്കിലും കുഞ്ഞു പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ പാലിൽ കലക്കിയിട്ട് അവർക്ക് ബോട്ടിലാക്കിയിട്ട് കൊടുക്കാം. ബോട്ടിലാക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് കൊടുക്കാം. എന്നാലും ഒരുപാട് കുഞ്ഞു കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ടാബ്ലറ്റ് കൊടുക്കുകയും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വലിയ ആടുകൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ലോണം ലൂസ് മോഷനായിട്ട് നമ്മുടെ അടുത്തൊരു ആടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് കൊടുത്തിട്ടോ മാറാത്ത ആയപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചു, ഇങ്ങനെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കർഷകൻ എനിക്ക് പറഞ്ഞു തന്നതാണ്, ചായപ്പൊടി വെറുതെ വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം അതിന് മുകളിൽ കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ 2 നേരം 3 നേരം വെച്ച് ഞാൻ കൊടുത്തപ്പോൾ 2-3 ദിവസം കൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടും മാറി പഴയ ആ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്നെ സഹായിച്ചു. അപ്പോൾ അന്ന് മുതലേ ലൂസ് മോഷനായിട്ട് ആടുകൾക്ക് പോകുന്നുണ്ടെന്ന് കണ്ട ഉടനെ തന്നെ അവരുടെ ആ മണിയായിട്ട് പോകുന്നതിന് ചെറിയൊരു വ്യത്യാസം കട്ട പോലെ വന്ന് പിന്നെ ചാണകമാവും, പിന്നെ വെള്ളം പോലെ അങ്ങ് പോകാൻ തുടങ്ങും. അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കരുത്. ആ മണി പോലെ ഉള്ളത് കുറച്ച് കട്ടയായിട്ട് പോകുന്നുണ്ട് 2-3 നേരമായിട്ട് കണ്ട അപ്പം തന്നെ ചായപ്പൊടി അവർ വെറുതെ കാണിച്ചു കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മളത് കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് പോകുന്ന ആടുകൾക്ക് 2-3 നേരം, വലിയ ആടുകളാണെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ, പ്രായത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ മരുന്ന് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു പ്രായത്തിനനുസരിച്ചിട്ട് ഇതിന് എത്ര കൊടുക്കേണ്ടി വരുമെന്ന്. പിന്നെ ചായപ്പൊടിയാണ് ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ അധികം പെട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം. പിന്നെ ഒരുപാട് കൂടുതലായി പോയി ഇത് മാറൂല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നൊരു ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് തന്നെയാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പേരൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. വിലയും കുറവാണ്, ചെറിയ ഗുളികയാണ് കേട്ടോ, പെട്ടെന്ന് മാറുകയും ചെയ്യും. നമ്മൾ ഒരു തവണ കൊടുത്താൽ തന്നെ പിറ്റത്തെ നേരം ആകുമ്പോഴത്തേന് നല്ലപോലെ വയറിളക്കമൊക്കെ മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചായപ്പൊടി കൊടുത്ത് നോക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അവർ വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ 1 ടീസ്പൂൺ അതിലിട്ട് കൊടുത്താൽ മതി, അവർ നക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ പുറത്ത് പോവേയില്ല. പിന്നെ വെള്ളം നമുക്ക് കുറച്ചെടുത്തിട്ട് അവരെ വായിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം. മണ്ടക്ക് കയറാതെ എപ്പോഴും മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ചെറിയ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലൂടെയൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഗുളികയൊക്കെ ആണെച്ചെങ്കിൽ പാലിൽ കലക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നോക്കണം, ദഹനക്കേടും വയറിളക്കവും വന്നു കഴിഞ്ഞാൽ ആടുകൾ പെട്ടെന്ന് പോവും. അപ്പോൾ ഇതാണ് ആ ടാബ്ലറ്റ്. ലൂസ് മോഷൻ ആകുമ്പോൾ വയറിളക്കം വരുമ്പോൾ ഇത് വളരെ ചെറിയ ഗുളികയാണ് കേട്ടോ. ഇത് നമുക്ക് പൊടിച്ച് കലക്കാൻ അത്രമാത്രം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ചെറിയൊരു സിറിഞ്ചിലാക്കിയിട്ടാണ് കൊടുക്കാറ്. ഇത് ഞാൻ നല്ലപോലെ പൊടിക്കും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒരു ചെറിയ പൊട്ട് 4 പൊട്ടാക്കിയിട്ടോ അതല്ലെങ്കിൽ അരപ്പൊട്ട്. പിന്നെ വലിയ ആടുകളാണെങ്കിലും അരപ്പൊട്ടൊക്കെ കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ കൂടുതലുണ്ടെങ്കിൽ 1 ഗുളിക കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രായവും തൂക്കവും ഒക്കെ വലിപ്പം അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആടിനെ വളർത്തുന്നവർ സൂക്ഷിച്ചു വെക്കണം. ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ ലൂസ് മോഷൻ ആയിട്ട് നമ്മുടെ ആടുകൾ ഇനി മരണപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വെച്ചാൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതിന് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് കേട്ടോ. ലോപ്ര എന്നുള്ള ടാബ്ലറ്റാണ്. ഇതിൻ്റെ ടാബ്ലറ്റിൻ്റെ നിറം വരുന്നത് പച്ച നിറമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, അതല്ലെങ്കിൽ ഇതിൻ്റെ പേര് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എപ്പോഴാണ് ലൂസ് മോഷനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ചെറിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ചായപ്പൊടി കൊടുക്കാം കേട്ടോ, അതുകൊണ്ട് തന്നെ മാറുന്നതാണ്.
പിന്നെ വയറിന് പ്രശ്നമുണ്ട് വെച്ചെങ്കിൽ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ട് ഇഞ്ചിയും അതിൻ്റെ നീര് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണും സോഡാപ്പൊടി സോഡ ഉണ്ടല്ലോ നല്ലോണം മിക്സ് ആക്കുക. ആടുകൾ അയ വെട്ടുന്നില്ലെന്ന് കണ്ടാൽ നിങ്ങളിത് ചെയ്തോളിയും. എന്നിട്ട് നല്ലോണം കലക്കിയിട്ട് ആടിൻ്റെ ഒരു സൈഡിലൂടെ വായേക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ബോട്ടിലാക്കുന്ന സിറിഞ്ചിലാക്കുന്ന കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഇഞ്ചി നീരും സോഡാപ്പൊടിയും ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആടുകൾ അയ വെട്ടി തുടങ്ങും. അയ വെട്ടുന്നുണ്ടെങ്കിൽ ആടുകൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ലൂസ് മോഷനായി പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതുപോലെ ചായപ്പൊടി 2-3 നേരം കൊടുക്കുക. കുഞ്ഞു കുട്ടികളാണെച്ചെങ്കിൽ പാൽ കുടിക്കുന്ന കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ ടാബ്ലറ്റ് വാങ്ങിയിട്ട് ഒരു കുഞ്ഞു പൊട്ട് 1/2 പൊട്ട് 1/4 പൊട്ട് അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ നല്ലപോലെ അങ്ങ് പൊടിച്ചിട്ട് പാല് കറന്നിട്ട് പാലിലോ ഇളം ചൂടുള്ള വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് സിറിഞ്ചിൽ കയറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല കൊടുക്കാനായിട്ട്. ഈ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ നേരം ആകുമ്പോഴേക്കും കറക്റ്റ് ആവും. എത്ര ലൂസായിട്ട് പോകുന്ന ആടുകളുടെയും ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂവപ്പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി വേവിച്ച് കൊടുത്താലും ചിലതൊക്കെ മാറാറുണ്ട്. പിന്നെ ചിലത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും മാറി കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാബ്ലറ്റ് വാങ്ങിയൊക്കെ ഇതിന് കൂടുതൽ ഒരു വിലയില്ല കേട്ടോ. 15-20 രൂപ ഒക്കെയുള്ളൂ 10 ഗുളികക്ക് വരുന്നത്. പലതും സംഭവിച്ച് ഒരുപാട് പേർക്ക് വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ നമ്മുടെ അയമോദകം വറുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. 2 നേരം 3 നേരം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ അയമോദകം ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ അങ്ങ് പൊട്ടി വരും. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിക്കുക. എന്നിട്ട് അത് ആടുകൾ കൊടുത്താൽ ദഹന പ്രശ്നമൊക്കെ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പുതുതായിട്ട് ആട് വളർത്തലിലേക്ക് വരുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാം ചെയ്യുന്നവർക്ക് എന്താണ് അസുഖമെന്നും അത് വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആടുകളൊക്കെ ഉഷാറായിട്ട് നിൽക്കാനും തീറ്റ എടുക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകൾ, പാൽക്കുപ്പികൾ അങ്ങനെയുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്നതും വീട്ടാവശ്യത്തിനുള്ളൊക്കെ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് അത് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണുമ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പോയാൽ നിങ്ങൾ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ അതിലൊന്ന് കയറി നോക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സെയിൽ വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് മറ്റൊരാൾക്ക് കച്ചവടം നടത്താം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ ആ പച്ച ചാനൽ ഐക്കൻ്റെ ഇതിൽ നിങ്ങൾ തൊട്ടാൽ നേരെ ചാനലിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളെ സെയിൽ വീഡിയോയിൽ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. സെയിലിനായിട്ടുള്ളതൊക്കെ അയച്ചു തരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി